ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കാരമൽ പുഡിങ്ങാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള കാരമലൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളത് ഇളക്കി കൊടുക്കരുത്. അതൊന്ന് നല്ല രീതിക്കൊന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ഒരു പഞ്ചസാരൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഇതേപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ ബട്ടറാണ്. അതിൽ നിന്ന് ഇത്രയും ഭാഗം മാത്രമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നമുക്ക് ആ ഒരു ബട്ടർ നല്ലപോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തീരെ തണവില്ലാത്ത ക്രീം വേണം നമ്മളിതിലേക്ക് എടുക്കാനായിട്ട്. അതൊഴിച്ച പാടനെ നമ്മുടെ ആ ഒരു കാരമൽ നല്ലപോലെ അങ്ങോട്ട് കട്ടാവും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കാരമലൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള പ്രിലയൻസ് ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടറും പഞ്ചസാരയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് വറുത്തെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു പാത്രത്തിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിങ്ങൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനതിൻ്റെ സൈഡൊന്നും കളഞ്ഞിട്ടില്ല. കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കളഞ്ഞിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എത്രയും തിക്കായിട്ട് വെക്കാൻ പറ്റുന്നോ അത്രയും നല്ല രീതിക്ക് തന്നെ തിക്കിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ബ്രെഡൊക്കെ നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. ബ്രെഡൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയറിലൊന്ന് വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു കാരമൽ സോസ് ഒഴിച്ച് കൊടുക്കുക. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പ്രിലയൻസും കൂടെ നമുക്കിതുപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയർ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്ത് നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അങ്ങനെ പുഡിങ്ങൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ലെയറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ലെയറാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തിട്ടും കൂടെ എടുക്കുന്നുണ്ട്. അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി ഒരു 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മൾ പുഡിങ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങും കൂടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.